ഞങ്ങളുടെ ആരിഫിക്ക പോയി അർലേക്കർജി വന്നതോടുകൂടി കേരളത്തിൽ ഗവർണറും മന്ത്രിസഭയും ഗവൺമെൻറ്റുമൊക്കെ ആയിട്ടുള്ള ആ ഏറ്റുമുട്ടലിൻ്റെ രൂപവും ഭാവവും ഒന്ന് മാറിയിട്ടുണ്ട്. സാധാരണ ആരിഫ് മുഹമ്മദ് ഖാനിക്കയ്ക്ക് അഭ്യാസങ്ങളായിരുന്നു. വഴിതടയൽ, റോഡിൽ കുത്തിയിരിക്കൽ, പിന്നെ വധശ്രമം എന്ന് വേണ്ട പുള്ളിയെ കൊണ്ടൊക്കാവുന്ന മുഴുവൻ പണികളും അദ്ദേഹം ഇവിടെ ഒരുമാതിരി നീന്തൽക്കുളത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്നത് പോലെ അടിച്ച് പ്രയോഗിച്ച് തിമിർത്താണ് ബീഹാറിലേക്ക് പോയിരിക്കുന്നത്. അവിടെ ഇത്തരം അഭ്യാസങ്ങൾക്ക് വലിയ സ്കോപ്പ് ഉണ്ടാവില്ല. കാരണം ബീഹാറിലെ RJD കൂടിയാണ് കേന്ദ്രത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ കേരളത്തിലെ പോലെ സംഗതിയൊന്നും വലിയ ഗൗരവമായി ഒന്നും കാണിക്കാനാവില്ല. അദ്ദേഹം ഈ ബഹളവും വെപ്രാളവും ഒക്കെ കാണിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ചു കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പുള്ളി ഈ വെയിലത്തിരിക്കുന്നതും ഈ പറഞ്ഞതുപോലെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നതും ആക്രോശിക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതും പൊട്ടിക്കരയുന്നതും തലകുത്തി നിൽക്കുന്നതും. സത്യം പറഞ്ഞാൽ അന്ന് ഗവർണറുടെ ഓഫീസ് എന്തോ ഒരു പഞ്ചഗുസ്തിയുടെ ഇടം പോലെയായിരുന്നു. എന്നാൽ പിന്നീട് വന്ന ആളാണ് അർലേക്കർ. അദ്ദേഹം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിനേക്കാൾ വലിയ തീവ്രമായ സംഗതികളാണെന്നൊക്കെ പറഞ്ഞു. ഇനി ഒരു പക്ഷേ അത് കാലം തെളിയിക്കേണ്ടതായിരിക്കും. എന്നാൽ ഈ വന്ന ദിവസങ്ങളിലൊക്കെയും അദ്ദേഹം വളരെ സൗമ്യമായി ഇടപെടലുകളും ബാക്കിയുള്ള കാര്യങ്ങളും നടത്തുന്നു എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. സർക്കാരിനും അതൊരു വലിയ ആശ്വാസമായിട്ടുണ്ട്. കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും സംസാരിക്കാനും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു സമീപനം തിരിച്ച് സർക്കാരും സ്വീകരിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് വിരുന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും പങ്കെടുക്കുക, റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യമന്ത്രിയുടെ കഴിവിനെ ഗവർണർ പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുക, അഭിനന്ദിച്ച് സംസാരിക്കുക, ഈ നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ അദ്ദേഹം വായിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയും അദ്ദേഹം ചെയ്തു. എന്നാൽ ആരിഫ് ഖാനിക്കയുടെ കാലത്ത് ഇതെല്ലാ ദിവസവും അദ്ദേഹത്തിന് ഒരു ഹരമായിരുന്നു, ഒരു കുത്തിമറിയലായിരുന്നു, എന്തൊക്കെയായിരുന്നു സംഗതി. ഇപ്പോൾ ഇവിടെ നിന്ന് ശാന്തമാവുകയും ചെയ്തു, അങ്ങ് ബീഹാറിൽ നിശബ്ദമാവുകയും ചെയ്തു. ഇനി വരും ദിവസങ്ങളിൽ ട്വിസ്റ്റും ടേൺ അറൗണ്ടും ഒക്കെ ഉണ്ടായാലും ഇതുവരെ അതാണ് ഒരു സത്യം.